വികാരം ഉമാ തോമസിലേക്ക് പോകുന്നതിനെക്കാട്ടിയും കൂടുതലും ഉമാ തോമസ് വിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. ആ ഇവനെ പിന്നെ കൂടുതലായിട്ട് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ തൃക്കാക്കര NDA സ്ഥാനാർത്ഥിയായിട്ട് നിന്ന അഖിൽമാരാർ കേട്ടോ. കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. ആദ്യമായിട്ട് ഒരുപാട് അഭിമുഖങ്ങൾ പങ്കുവെച്ച ഏറ്റവും നല്ലൊരു മഹാൻ തൃക്കാക്കരയിൽ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. അഖിൽമാരാർക്ക് ഒരു ഇതുമില്ല. തൃക്കാക്കരയുടെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർഗീയവാദികൾക്ക് പറ്റിയതല്ല. അവന് വെല്ലുവിളിയാ. പിന്നില്ലേ ആൾക്കാരൊക്കെ എന്തെങ്കിലും അവനൊന്നും അറിയണ്ട. ഒരു വിവരമില്ലാത്തവനും എന്തൊക്കെയോ ആവും. ഈവൻ കോൺഗ്രസിനുള്ളിൽ ഭിന്നതകളുണ്ട്. എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പാളയത്തിൽ പറയണം. ഇത് മാരാരുടെ പുതിയ കണ്ടുപിടുത്താന്നല്ലോ. പാളയത്ത് പടയാ, ചാവേർപ്പട, കുതിരപ്പട, പാണ്ടിപ്പട എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പട ആദ്യമായിട്ട് കേൾക്കുന്നത്. സമയം BJP 2020 സംബന്ധിച്ച് അല്ലെങ്കിൽ BDJSനെ സംബന്ധിച്ച് അവർ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും നമ്മളെ സ്വീകരിക്കുകയും അത് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കരം. അവനവൻ്റെ ആ പാർട്ടീനെ തന്നെ എത്ര പൊന്തിച്ചിട്ടാണ് അഖിൽമാരാർ പറയുന്നതെന്നാ. എല്ലാവരും സ്ഥാനം കിട്ടുവോളും ഉണ്ടാവും. സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോടാ ഡാഷ് എന്ന് പറയും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമായിരിക്കും? 1,40,000 വോട്ടാണ് ഈ മണ്ഡലത്തിൽ പോൾ ചെയ്തത്. അപ്പം ഞാൻ ഇടതുപക്ഷത്തിൽ പലരുമായി സംസാരിച്ചു. എനിക്ക് വ്യക്തിബന്ധമുള്ള പലരുമായി സംസാരിച്ച സമയത്ത് അവർ പ്രതീക്ഷിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 35,000 വോട്ടുകളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇവൻ തന്നെ എല്ലാ മണ്ഡലത്തിലേക്കും അങ്ങ് അയച്ചാൽ പോരായിരുന്നു. ഇവൻ തന്നെ വോട്ട് ഏകദേശം സുമാറ് വോട്ട് ഇവൻ തന്നെ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഈ വോട്ടറിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. ഈ അഖിൽമാരാരെ തന്നെ പല സ്ഥലത്തേക്കും അയച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം എത്ര ഈസിയായി ട്രോളുകളൊക്കെ വന്നിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. അതെൻ്റെ അടുത്തൊരു ഇന്റർവ്യൂവിൽ ഒരാൾ തമാശ രൂപേണല്ല ഇപ്പം നമ്മളോട് ഇങ്ങനെ ചില എന്താ പറയുക ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അപ്പം ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണം, ഏതൊരു വകുപ്പ് കിട്ടിയാൽ താങ്കൾ സ്വീകരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് അത്. ഏതായാലും തിരഞ്ഞെടുത്ത സെക്ഷൻ നന്നായി. വിദ്യാഭ്യാസ മന്ത്രി അപ്പം കൂട്ടത്തിൽ ഏറ്റവും എന്താ പറയുക വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഏറ്റെടുക്കൽ കേട്ടോ. അപ്പം ഏറ്റവും യോജിച്ച പദവി വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഓക്കെ, സമ്മതിച്ചു. മാറുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അടുത്ത തവണ ഈ പാർട്ടിയിലുണ്ടാവും. കണ്ടുപിടുത്തമാണ്. ഞാൻ 8 വർഷമായിട്ട് സ്വതന്ത്രനാണ്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് പോകണമെന്നില്ല. നിങ്ങളിങ്ങനെ മനുഷ്യന്മാരെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കില്ല. ഇപ്പം എന്താ പറയുക, ഇനി വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്ന നിൽക്കുന്നത് ഈ പാർട്ടിക്ക് തന്നെ നിലയുണ്ടോയെന്ന് ഇപ്പം എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് തന്നെ നിലയില്ലാത്ത കാലഘട്ടമാണ് ഇപ്പം. എന്നിട്ട് നിങ്ങൾ ഇനി ഈ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ അതെനിക്കിപ്പോൾ പറയാൻ പറ്റൂല. ഇപ്പൊ ഒരു മുന്നണിയുടെ ഭാഗമാണ്. ആ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട്. ഞാൻ സ്വതന്ത്രമല്ല. അതുകൊണ്ട് അഭിപ്രായങ്ങൾ തുടർച്ചയായിട്ട് 2020 തന്നെ ഉണ്ടാവും അടുത്ത. അതല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് തീരുമാനം എടുത്തിട്ട് പറയേണ്ട കാര്യമാണ്. പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഒരവസരത്തിൽ പിന്നൊരു കാലം മാറേണ്ടി വന്നു പോയാലോ. അതുകൊണ്ട് അതിനൊന്നും ഒരു ഉറപ്പില്ല. അത്തരം ചോദ്യങ്ങളെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്. എല്ലാ കാലവും എല്ലാവരും എല്ലായിടത്തും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദിയോട് നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടുണ്ട്. അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ച് എല്ലാ കാലവും ശരിപക്ഷം നിൽക്കുക, ജനപക്ഷം നിൽക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. താങ്കളുടെ പദവിയും അധികാരവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പം ഇനിയും കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് ബൈ. എങ്ങാനും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണമായിരുന്നു അനാശിന് ഒറ്റ വാക്ക്, ഒറ്റ തന്ത, ഒറ്റ കൊല പറഞ്ഞാൽ ചെയ്തിരിക്കും. ആ കൊല ഇവിടെ കാണിച്ചിരിക്കും. 100%. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളാണ് നമുക്ക് വേണ്ടത്. ഒറ്റ തന്ത, ഒറ്റ പാർട്ടി, ഒറ്റ കൊല. ഓക്കെ, അതിന് നമുക്ക് സമ്മതമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നാട്ടിന് ആവശ്യം.